നമസ്കാരം. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവും ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2-3 പേരുകൾ പറയാനുണ്ടാവും. ഈ അടുത്ത കാലത്ത് അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയത് മൺമറഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്. കേരളം ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന EK നായനാർ, ഒരു തവണ മാത്രം മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ, പലവട്ടം മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി. അപ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ ജനകീയ സ്വീകാര്യത വളരെ വലുതായിരുന്നു. മറ്റുള്ള ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പേരുകാരും അങ്ങനെ തന്നെയായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിലുപരിയായി ഇവരെല്ലാം ഇഷ്ടപ്പെടുന്ന ധാരാളം ജനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ജനകീയ സമ്പർക്ക പരിപാടി, ഈ ജനകീയ സമ്പർക്ക പരിപാടിയിൽ ഒരു സമയത്ത് ഞാനും ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഒരു സമയത്ത് അദ്ദേഹം രാവിലെ 9 മണിക്കൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം വെളുപ്പിന് 4 മണി വരെയൊക്കെ അത് നീണ്ടുപോയ ഒരു ചരിത്രമുണ്ട്. അത്രയും സമയം അദ്ദേഹം അവിടെ, ഇപ്പം മഞ്ഞുള്ള സമയമാണെങ്കിൽ തലയിലൊരു തോർത്ത് ടർക്കിയൊക്കെ ഇട്ടിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കയ്യിൽ ഫോണുണ്ടാവും, മറ്റ് കയ്യിൽ പേനയും പേപ്പറും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അദ്ദേഹം സൈൻ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം. അതൊരു വലിയ ഒരു കാഴ്ചയായിരുന്നു. ആളും ആരവം എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഒരു മിനിറ്റിൽ ഒരാൾക്ക് ഏത് തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നത്. ഈ ജനകീയ സമ്പർക്ക പരിപാടിയുടെ സ്വീകാര്യത കണ്ടിട്ട് തന്നെയായിരുന്നു 2016 തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് പിണറായി വിജയൻ സോളാർ സരിത എന്നൊരു സ്ത്രീയെ ഇറക്കി ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ വിഷയങ്ങളുണ്ടാക്കിയത്. അല്ല എന്നുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി കൃത്യമായി അധികാരത്തിൽ വരും എന്നുള്ളത് പിണറായി വിജയന് അറിയാമായിരുന്നു, CPM അറിയാമായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. ഇത്രയും ജനകീയനായ ഒരു മുഖ്യമന്ത്രി മൺമറഞ്ഞിട്ട് ഇന്ന് 3ാമത്തെ വർഷമാണ്. 3 വർഷമായി ഉമ്മൻചാണ്ടി ഇവിടെ പറഞ്ഞിട്ട്. ഇന്നും പുതുപ്പള്ളിയിലുള്ള ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ജനം ഒഴുകിയെത്തുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. ഇവരൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ, മന്ത്രി എന്ന രീതിയിൽ ചെയ്തു കൊടുക്കാവുന്ന സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ആ ഒരു നന്ദിയോടും സ്നേഹത്തോടും കൂടി തന്നെയാണ് കയ്യിലൊരു പൂവെങ്കിലുമായി ഇപ്പോഴും പലരും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അദ്ദേഹത്തെ തേടിയെത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനെത്തുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ചരമദിനം. ഇന്ന് വലിയൊരു പ്രത്യേകത ഉണ്ടായത് എന്ന് വെച്ചാൽ കേരളത്തിൽ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭയിലെ മിക്ക ആളുകളും, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ ആളുകളും, AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വത്തിലുള്ള പലരും എല്ലാം ഉമ്മൻചാണ്ടിയുടെ ഈ ചരമദിനവുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരാളുടെ അസാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. അതായത് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ. KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അവിടെ വന്ന് ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുന്ന വേളയിലാണ്, ആ സമയത്താണ്, ഇവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് VD സതീശൻ എത്തുന്നതും അവിടെ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കുന്നതും. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനോട് പലരും ചോദിച്ചു, എന്താണ് മുഖ്യമന്ത്രി VD സതീശനെ കണ്ടില്ലല്ലോ, അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അദ്ദേഹത്തെ ഫോണിലൂടെയും നേരിലും കാണാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറകിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്കറിയില്ല. ചാണ്ടിയുമ്മൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികത ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇതിലെല്ലാം ഉപരി മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അതായത് ഉമ്മൻചാണ്ടി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ആൾരൂപമായിരുന്നു, ഞങ്ങളുടെ എല്ലാമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിനോടൊപ്പം തന്നെ തൻ്റെ ശത്രുക്കൾ പോലും തനിക്കെതിരെ പെരുമാറിയ, വിരോധത്തോടു കൂടി തന്നോട് പെരുമാറിയ കാര്യങ്ങളെല്ലാം ആ ശത്രുത്വ മനോഭാവമൊന്നുമില്ലാതെ തന്നെ പിന്നീട് അവർ മറക്കുകയും അവരെ കാണുമ്പോൾ തീർച്ചയായും വീണ്ടും സന്തോഷത്തോടു കൂടി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പെരുമാറുകയും ചെയ്യുന്നൊരു ശീലമുള്ള ആളായിരുന്നു ഉമ്മൻചാണ്ടി. നമ്മുടെ പൊതുപ്രവർത്തകർക്കും ഭരണകർത്താക്കൾക്കും ഇതൊരു പാഠമാകേണ്ടതാണ് എന്ന രീതിയിലാണ് KC വേണുഗോപാൽ അവിടെ സംസാരിച്ചത്. അത് തീർച്ചയായും മുഖ്യമന്ത്രി VD സതീശനെതിരെയുള്ളൊരു ഒളിയമ്പ് തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഇടക്കാലം കൊണ്ട് PM-ശ്രീ പദ്ധതിയിലും അതുപോലെ തന്നെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലും ഇപ്പോൾ ഈ പ്ലീഡർ നിയമനത്തിനുമെല്ലാം ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും എല്ലാം ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ പലപ്പോഴും
തൻ്റേതായ ശൈലിയിൽ പറഞ്ഞ് അതിന് മറുപടി പറഞ്ഞൊഴിയുന്ന മുഖ്യമന്ത്രി വി ഡി സതീശനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരം പരിപാടികൾ ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു വച്ചത്. വി ഡി സതീശൻ ആ പാതയിൽ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ സഞ്ചരിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്. മറ്റൊന്നു കൂടി എടുത്തു പറഞ്ഞു, വിഴിഞ്ഞം തുറമുഖത്തിന് ഏറ്റവും അനുയോജ്യമായ പേര് ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളണം എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു വെച്ചിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എയർപോർട്ട് സീപോർട്ടുകളുടെയൊക്കെ അധികാരപരിധിയിൽ സംസ്ഥാന സർക്കാരിന് എത്രത്തോളം കടന്നു കയറാൻ സാധിക്കും, ഇത്തരം നാമകരണവുമായി പേരൊക്കെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സർക്കാരിന് സാധ്യമാകുമോ, അതിന് എന്താണ് 3/2 ഭൂരിപക്ഷമൊക്കെ ഉണ്ടെങ്കിൽ അത് സാധ്യമാകുമെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ പരിമിതമായ ബോധം അതാണ്. അത് എന്തായാലും നിയമവൃത്തങ്ങളുമായിട്ട് കൂടി ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് സർക്കാരിന് സാധിക്കുമെങ്കിൽ ആകട്ടെ. ഇവിടെ കൊച്ചി നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കാരണഭൂതനായത് കെ കരുണാകരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര്, അതായത് കെ കരുണാകരൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് കൊടുക്കണമെന്നുള്ളൊരു നേരത്തെ ഒരു പരാമർശം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ അന്ന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇത്തരം ആലോചനകൾ വന്നില്ല. ഇപ്പോൾ പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് ആ ഒരു തീരുമാനം വന്നത്, അല്ലെങ്കിൽ തീരുമാനമല്ല, അത്തരം ഒരു അഭിപ്രായം വന്നതെന്നുള്ളതും വളരെ വിരോധാഭാസമായിട്ട് തോന്നുന്നു. ഇവിടെ പറയാതെ പലരും പല കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിനെത്തിയത് കോൺഗ്രസ് നേതാക്കളെല്ലാം വന്ന് മടങ്ങിയതിന് ശേഷമാണ്. ഇന്ന് കോട്ടയത്ത് മുഖ്യമന്ത്രിക്ക് ബഹുവിധ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു വായിക്കേണ്ടതാണ്. കെ സി വേണുഗോപാൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശത്രുക്കളോട് പോലും സൗമനസ്യത്തോട് പെരുമാറിയ ഒരു രീതിയാണ് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നതെല്ലാം പറയുമ്പോൾ പലരും പറയാതെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതും പറയുന്നുണ്ട്. ശരിക്കും ഇത് കോൺഗ്രസിൻ്റെ അകത്തുള്ള സംഘടനാ സംവിധാനങ്ങളിലുള്ള ചില അപജയങ്ങൾ തുറന്നു കാണിക്കുന്ന ഒന്ന് തന്നെയല്ലേ? എങ്ങനെയാണ് ഫവാസിനെ വിലയിരുത്തുന്നത്? ഈ പ്രശ്നം തുടങ്ങുന്നത് ഈ പറഞ്ഞ പോലെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കെ സി വേണുഗോപാലും വി ഡി സതീശനും അതേപോലെ രമേശ് ചെന്നിത്തലയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2026 നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ 2 ചേരികളെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഒന്ന്, ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തല വരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ സീനിയോറിറ്റിയും മുമ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെല്ലാം അദ്ദേഹമായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ രംഗത്ത് വരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. രണ്ടാമത്തെ കാര്യം, കേരളത്തെ നയിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷം കേരളത്തെ നയിച്ച ഈ വി ഡി സതീശൻ രംഗത്തുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. മൂന്നാമതൊരു കക്ഷി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആരും ഇത്തരത്തിലുള്ള ആരോപണങ്ങളായി വരില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. ഒരുപക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ പല നേതാക്കന്മാരും ഒരുപക്ഷെ MLA സ്ഥാനത്തായിട്ട് മത്സരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷെ വരുമായിരുന്നു. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഹൈക്കമാൻഡ് അംഗീകാരം കൊടുത്തില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ സിംഹം പോലും അവിടുന്ന് ഇലക്ഷനിൽ മത്സരിക്കാണ്ട് നിന്നത്. എന്നിരുന്നാൽ പോലും ഈ രണ്ടേ മുഖങ്ങളുണ്ടായിരുന്നുള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വി ഡി സതീശൻ. ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു മുഖം ആരും കരുതാതെ വന്നതായിരുന്നു ഈ പറഞ്ഞ പോലെ കെ സി വേണുഗോപാൽ. അത് കേരളത്തിലെ ജനങ്ങൾ നഖശിഖാന്തരം എതിർക്കുന്നു. ഈവൻ കോൺഗ്രസ് പാർട്ടിയിൽ നേതാക്കന്മാരും പോലും അതിനെ എന്താ പറയുക രൂക്ഷമായി വിമർശിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ MLA-മാരുടെ സപ്പോർട്ട്, കോൺഗ്രസിനുള്ള 63 വരുന്ന MLA-മാരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ കെ സി വേണുഗോപാലിനായിരുന്നു. രണ്ടാമത് രമേശ് ചെന്നിത്തലക്കായിരുന്നു. മൂന്നാമതായിരുന്നു ഈ പറഞ്ഞ പോലെ വി ഡി സതീശൻ. പക്ഷേ വി ഡി സതീശന് മറ്റൊരു പ്രത്യേകത, അതേസമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ 22-23 വരുന്ന MLA-മാർ, RSPയുടെ 4 വരുന്ന MLA-മാർ, അതേപോലെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ 7 വരുന്ന MLA-മാർ, ഈ ഒരു പിന്തുണയായിരുന്നു ഈ വി ഡി സതീശനുണ്ടായിരുന്നത്. അതുകൊണ്ട് സമവാക്യങ്ങളെല്ലാം തെറ്റുന്ന രീതിയിൽ തലയുടെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ കൂടുതൽ കെ സി വേണുഗോപാലാണെങ്കിലും ബാക്കി മുന്നണിയുടെ സപ്പോർട്ടും ജനങ്ങളുടെ സപ്പോർട്ടും എല്ലാം കൂടി സതീശനായി വന്നപ്പോൾ അവിടെ അവർക്ക് തമ്മിലൊരു എന്താ പറയുക ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ ചെറിയ പറയില്ല മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റാത്ത, കാരണം അദ്ദേഹം മോഹിച്ച ഒരു കസേരയായിരുന്നു അത്. എത്രയൊക്കെ അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ സംഘടനാ ചുമതലയുള്ള പ്രവർത്തക നേതാവാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ളൊരു കണ്ണുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഏഷ്യാനെറ്റിന് കൊടുത്ത മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്കതിന് താല്പര്യമില്ല, എൻ്റെ കയ്യിൽ നിങ്ങൾ മുഖ്യമന്ത്രി പദവി കൊടുത്താൽ എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് കോൺഗ്രസിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് മുഖ്യമന്ത്രി പദവി ഒരു പദവിയും വേണ്ട, അതിൻ്റെ പേരിൽ തല്ലുകൂടാനും ഞാൻ വരില്ല എന്ന് പറഞ്ഞ അദ്ദേഹമാണ് വന്നത്. അല്ല, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ സി വേണുഗോപാൽ അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ, ഈ വാക്ക് തന്നെയാണ് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല, നേരത്തെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണം കിട്ടുമ്പോൾ
അധികാരത്തിൽ വരുമ്പോൾ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുകളും ഭരണസാരഥ്യത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ KC വേണുഗോപാൽ ഒരു മുഖ്യമന്ത്രി കുപ്പായം അടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സംഘടന വളർത്തലാണ് ഉദ്ദേശം എന്നുണ്ടായിരുന്നെങ്കിൽ വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് ഫവാസ് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണല്ലോ. ഈ കോൺഗ്രസിന് എവിടെയൊക്കെ ഭരണം കിട്ടി, എത്ര സ്ഥലത്ത് ഭരണം ഉണ്ടായിരുന്നു, എത്ര സ്ഥലത്ത് ഭരണം പോയി, ഇപ്പോൾ എവിടെയൊക്കെ കോൺഗ്രസിന് ഭരണമുണ്ട്, അപ്പോൾ അതും പഠിക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ VD സതീശൻ എന്ന നേതാവിന് ഈ ഘടകകക്ഷി നേതാക്കളുടെയും ഇപ്പോൾ 10-22 UDF MLA-മാരുടെയും പിന്തുണയ്ക്ക് ഉപരിയായി കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു VD സതീശൻ കേരളത്തിൻ്റെ UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്ന് കേരളത്തിലെ ജനത ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് ഉപരിയായി തന്നെയായിരുന്നു ആ താല്പര്യം എന്നുള്ളത് ജനം കണ്ടറിഞ്ഞതാണ്. അല്ലാതെ VD സതീശൻ്റെ PR വർക്ക് കൊണ്ട് ജനം തെരുവിലിറങ്ങി നടന്ന് VD സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചതായിരുന്നില്ല. ആദ്യമൊക്കെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ തെറ്റിദ്ധാരണ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണ് അവർ പറഞ്ഞത് ഫ്ലെക്സ് വയ്ക്കൽ മാറ്റിവെക്കൂ, അല്ലെങ്കിൽ പ്രകടനം നടത്തൽ മാറ്റിവെക്കൂ എന്നൊക്കെ ഈ ഡ്രിൽ മാഷ്മാർ കയ്യിൽ വടിയെടുത്തുകൊണ്ട് കുട്ടികളെ നിയന്ത്രിക്കുന്ന പോലെയൊക്കെ അന്ന് നമ്മൾ വളരെ സങ്കടം തോന്നി. ഈ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവരുടെ ഹൈക്കമാൻഡ് എന്ന രീതിയിൽ അനുസരണയുള്ള പാർട്ടി പ്രവർത്തകർ എന്ന രീതിയിൽ അവർ നിൽക്കുന്നതാണെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് അവർ. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യം വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ മാനിക്കാനോ കേരളത്തിലെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് എന്തർത്ഥത്തിലാണെന്ന് ഉൾക്കൊള്ളാനോ ഹൈക്കമാൻഡിനും പിടികിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ഫവാസിനത് അറിയാൻ പറ്റും. ഇന്ത്യയിൽ മിക്കവാറും ഒട്ട് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഫവാസ് ജോലി ചെയ്തിട്ടുണ്ടല്ലോ. ആ രീതിയിൽ നോക്കൂ, ഈ കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നു. ഈ കർണാടകയിലെ കാര്യം മാറ്റിവെച്ച് കഴിഞ്ഞാൽ അധികാരത്തിലുണ്ടായ എത്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് കൈയൊഴിഞ്ഞു പോകേണ്ടി വന്നു. കോൺഗ്രസിന് ഈ പറഞ്ഞ പോലെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ തെലങ്കാന കിട്ടി രേവന്ത് റെഡ്ഡി, അതേപോലെ കർണാടക DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ രണ്ടും കിട്ടി. പക്ഷെ അവിടെയും നടന്നത് കർണാടകയിൽ DK ശിവകുമാറാണ് അഹോരാത്രം പണിയെടുത്തത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് സിദ്ധരാമയ്യ. അവസാനത്തെ 2 വർഷത്തിലാണ് ഈ സ്ഥാനം ഇപ്പോഴാണ് പരിഹരിക്കുന്നത്. അതും വലിയ പുകിലായി. അപ്പം ഇത്തരത്തിൽ AICC എനിക്കൊന്ന് പല സമയത്തും AICC മണ്ഡലം തീരുമാനങ്ങളാണ് പല സ്ഥലത്തും. AICC ആരാ നോക്കുന്നത്? രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും സോണിയാഗാന്ധിനെയും വരച്ച പേരിൽ നിർത്തുന്നത് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാല. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി ഇവരൊക്കെ പപ്പറ്റാണ്, ഇവർക്ക് എല്ലാത്തിലും രാഷ്ട്രീയ ചാണക്യത എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാലിന് അത്ര വലിയ വിലയാണ് അവിടെ നോർത്ത് ഇന്ത്യയിൽ. നമ്മൾ കേരളക്കാർക്ക് വലിയ വില ഇല്ല എന്നുള്ളൂ. പക്ഷെ നോർത്ത് ഇന്ത്യക്കാർ അങ്ങനെ കാണുന്നു. എനിക്കത് കാണുമ്പോൾ പലപ്പോഴും എനിക്ക് ചിരി വരാറുണ്ട്. KCയെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതും നോർത്ത് ഇന്ത്യക്കാർ KCയെ വലിയൊരു സംഭവമായി കാണുന്നു എന്നുള്ളതും. എന്നിരുന്നാൽ പോലും അതേ KC നയിച്ച സംഘടന ചുമതലയുള്ള നേതാവായിരുന്നു KC. പല ഹരിയാനയിൽ തോറ്റു, ബീഹാറിൽ തോറ്റു, ജാർഖണ്ഡിൽ പറഞ്ഞ പോലെ JMM ജാർഖണ്ഡ് മുക്തി മോർച്ച ഉണ്ടായതുകൊണ്ട് മാത്രം ഇന്ത്യ മുന്നണിക്ക് സ്ഥാനം കിട്ടിയെന്ന് പറയാം. ബീഹാർ തോറ്റു, ഡൽഹി കേജ്രിവാളിൻ്റെ കയ്യിൽ നിന്നും പോയി, കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും പോയി BJP പിടിച്ചു, അസം പോയി, വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് പോയി, അവിടെ ഒരു മുന്നണി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായപ്പോൾ ഒരവസാന കശിത്തുരുമ്പ് എന്നുള്ള രീതിയിൽ കിട്ടിയതാണ് കേരളം. ഇപ്പം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യ ഏറെക്കുറെ ഒരു 3 സംസ്ഥാനങ്ങൾ, കേരള, കർണാടക, അതേപോലെ തന്നെ തെലങ്കാന, ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ നിലവിൽ കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത്. പിന്നെ TVKയാണ് തമിഴ്നാടിൻ്റെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇങ്ങോട്ട് കാര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് വലിയ തരത്തിൽ തിരിച്ചടി തന്നെയാണ് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാലിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഈ ഇലക്ഷനിൽ അദ്ദേഹം മുഖ്യമന്ത്രി കസേര സാറ് പറഞ്ഞ പോലെ കുപ്പായം തയ്പ്പിച്ച് വെച്ചിരുന്നു, അതിലിരിക്കണം എന്നുള്ള ഒരു എന്താ പറയുക സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആഗ്രഹത്തോടു കൂടി. പക്ഷേ ഈ പറഞ്ഞ പോലെ സതീശൻ്റെ ജനപിന്തുണ എന്താണ് വലുതായിരുന്നു. അദ്ദേഹം കാണുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു. AICC ഒരു സർവേ രഹസ്യ ഏജൻസി ഇവിടെ വെച്ചു എന്നുള്ളൊരു വാർത്തകൾ വന്നായിരുന്നു. ആ രഹസ്യ ഏജൻസി അവർ പഠിച്ചതിന് ശേഷം അവർ പറഞ്ഞത് VD സതീശനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ നീ VD സതീശൻ എല്ലാവരും കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ പിളർപ്പിലോട്ട് കേരളത്തിലോട്ട് പോകും എന്നുള്ള റിപ്പോർട്ടാണ് അവർക്ക് കിട്ടിയത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവസാനം അവർ KC വേണുഗോപാൽ തള്ളി. രാഹുൽ ഗാന്ധിക്ക് തീരെ സമ്മതം ഉണ്ടായിരുന്നില്ല VD സതീശന് മുഖ്യമന്ത്രിയാക്കുന്നത്. ആർക്കും സമ്മതം ഉണ്ടായിരുന്നില്ല. ആകെ പറഞ്ഞ പോലെ പ്രിയങ്ക ഗാന്ധി മാത്രമാണ് സതീശന് വേണ്ടിയിട്ട് കുറച്ച്, കാരണം പ്രിയങ്ക ഗാന്ധിക്ക് അറിയാമായിരുന്നു വയനാട്ടിലത്തെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം. പരസ്യമായിട്ട് ലീഗുകാരും കോൺഗ്രസ്സുകാരും പറഞ്ഞു പ്രിയങ്ക ഗാന്ധി ഇനി ഇവിടെ നിന്ന് ജയിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം, VD സതീശനാക്കിയില്ലെങ്കിൽ കാണാം ഇന്നോട് ജയിക്കോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾക്കറിയാം, നിങ്ങൾ ജയിപ്പിക്കാനറിയെങ്കിൽ നിങ്ങൾ തോൽപ്പിക്കാനും ഞങ്ങൾക്കറിയാം എന്നുള്ള തരത്തിലേക്ക് മെയിലൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് വായിച്ചാണ്. എന്നിരുന്നാലും KCയുടെ മോഹങ്ങളെല്ലാം അവിടെ പൊളിഞ്ഞു. അതിന്റെ ഒരു എന്താ പറയാ ചുരുക്ക് കൃത്യമായിട്ട്
KC വേണുഗോപാലിന് അന്ന് മുതലേ VD സതീശനോട് ഉണ്ട് എന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് KC പക്ഷക്കാരായ പല ആളുകളിൽ നിന്ന് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജിൻഡോ ജോൺ കഴിഞ്ഞ ഒരു FB കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതായത് സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടമല്ലാതെ വരുമ്പോൾ ഞങ്ങളെ KC പക്ഷക്കാരാക്കി മാറ്റും. ഇപ്പോൾ KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ICC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നമ്മൾ ആണെന്ന് പറഞ്ഞാൽ അഭിമാനക്കുറവൊന്നും നമുക്ക് തോന്നുന്നില്ല എന്ന് ജിൻഡോ ജോൺ തുറന്നു പറയുന്നു. സാധാരണഗതിയിൽ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് കാര്യക്ഷമമായിട്ട് സംസാരിക്കുന്ന ആളാണ് ജിൻഡോ ജോൺ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ തുറന്നു പറയണം. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഫോറങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ ഇവരിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ അതിൻ്റെ സാങ്കത്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പം എന്തായാലും ഈ വിഷയത്തിലോട്ട് വരുമ്പോൾ ആ ചുരുക്കം അന്ന് മുതലേ ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്ഥാനത്ത് എന്ന് കാണുന്നത്. കാരണം ഇപ്പോൾ കാരണം ഉമ്മൻചാണ്ടി കേരളം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സമുന്നതനായ നേതാവ് കൂടിയാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനത്തിൽ ഇത്തരത്തിൽ എന്താ പറയുക, VD സതീശന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കൊട്ട് അത് തന്നെയാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ മകനെ ഇരുത്തിക്കൊണ്ടാണ് സാധനം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടും കണ്ട് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയൊരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചാണ്ടിയമ്മനോട് ചോദിച്ചു. ചാണ്ടിയമ്മ ഞങ്ങളെ വിളിക്കാൻ നോക്കി, ബന്ധപ്പെടാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് VD സതീശന്റെ ഭാഗത്ത് നിന്ന് അവിടുന്ന് ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല, ആരും ക്ഷണിച്ചിട്ടില്ല, അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല. ഇന്നലെ ബഹുമാന്യായ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ചാണ്ടിയമ്മൻ മന്ത്രിയാവുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവർ ന്യായമായത് പ്രതീക്ഷിച്ചിരുന്നു VD സതീശൻ സർക്കാരിൽ ചാണ്ടിയമ്മൻ മന്ത്രിയാവും എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് മന്ത്രിയാവാതെ പോയി എന്നുള്ളത് അറിയാമോ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവരതിന് വളരെ വിദഗ്ധമായ രീതിയിലൊരു മറുപടി പറഞ്ഞു. അതിന് പക്ഷേ ദൈവം ഹിതാധാരിക്കില്ല. ആരെയും പറഞ്ഞ പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് OJ ജനീഷിനൊക്കെ പകരം എന്തുകൊണ്ടും കായിക അറ്റ്ലീസ്റ്റ് ഈ യുവജന അല്ലെങ്കിൽ കായിക വകുപ്പ് മന്ത്രിയായിട്ട് ഈ പറഞ്ഞ പോലെ ചാണ്ടിയമ്മനെ കൊണ്ടുവരായിരുന്നു എന്നുള്ളത്. കാരണം അറ്റ്ലീസ്റ്റ് ഉമ്മൻചാണ്ടിയുടെ സാധനം അതേ കരിഷ്മാറ്റിക് പേഴ്സൺ അതേപോലെ കിട്ടിയൊരു വ്യക്തി കൂടി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കേരളത്തിലെ ഈ 140 മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ ഒരു എഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട്, യാതൊരു തർക്കമില്ല. അപ്പോൾ അത് പുതുപ്പള്ളിയിൽ മാത്രമല്ല, ഉമ്മൻചാണ്ടി എന്ന ആ നേതാവിൻ്റെ എന്താ പറയുക നേതൃത്വ പാഠവും അല്ലെങ്കിൽ ആ നേതാവിനുണ്ടായിരുന്ന ആദർശശുദ്ധിയും ആ ഒരു കറകളഞ്ഞ നേതാവെന്ന രീതിയിലുള്ള കോൺഗ്രസിൻ്റെ അനുഷേധി നേതാവെന്നുള്ള രീതിയിലുള്ള ഇമേജൊക്കെ ഈ തെരഞ്ഞെടുപ്പിലും ബാധിച്ചിട്ടുണ്ട്. ചാണ്ടിയമ്മൻ നോക്കൂ, നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചാണ്ടിയമ്മന് കിട്ടിയ സ്വീകാര്യത ചാണ്ടിയമ്മൻ എന്ന MLA-ക്ക് അല്ല അവിടെ കിട്ടിയത്, ഉമ്മൻചാണ്ടിയുടെ മകനല്ലേ എന്നാണ് പല വീട്ടുകാരും ചാണ്ടിയമ്മനോട് ചോദിച്ചത്. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ആയിട്ട് വലിയ സാദൃശ്യമുണ്ടല്ലോ ചാണ്ടിയമ്മന്, അപ്പോൾ രൂപസാദൃശ്യമുണ്ടല്ലോ. അപ്പോൾ ആ ഫേസ് കാണുമ്പോൾ പലരും ചോദിച്ചത് തന്നെയാണ്. അപ്പോൾ ചാണ്ടിയമ്മൻ എന്ന MLA അല്ല അവിടെ ജനം കണ്ടത്, ഉമ്മൻചാണ്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വിജയഘടകത്തിൽ ഉമ്മൻചാണ്ടി ഫാക്ടർ ഉണ്ടായിരുന്നു, യാതൊരു തർക്കമില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വീട്ടുകാരും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷമങ്ങളൊക്കെ ഒരു പക്ഷേ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയോട് അവർക്കുണ്ടാവാൻ സാധ്യത ഉണ്ടാവാം. അത് ഇനി സാങ്കല്പികമാണോ നമുക്കറിയില്ല, നമ്മുടെ ഊഹാപോഹമാണോ എന്നറിയില്ല. എന്തായാലും കാര്യങ്ങളത്ര വെടിപ്പായല്ല അവിടെ നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിനകത്ത് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത, പരസ്പരം പങ്കുവയ്ക്കപ്പെടാത്ത പല വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ പതിപ്പാണെന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ നടന്നത്. VD സതീശന് കോട്ടയം ജില്ലയിൽ പരിപാടികൾ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെല്ലാം വന്നുപോയതിനു ശേഷം തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി അദ്ദേഹം സ്മരണാഞ്ജലി അർപ്പിച്ചത്. ആ സമയത്ത് അവിടെ ചാണ്ടിയമ്മനും കുടുംബം ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ്.